In this video, we will continue the comparison test. In the last video, we discussed that there are two types of comparison test. First one is direct comparison test and the second one is ratio comparison test. Okay, so today we discuss the ratio comparison test. Okay. So, എന്താണ് പറയുന്നത് ratio comparison test? Let sigma ai ranging from 1 to infinity sigma ai and sigma I ranging from 1 to infinity bi are two series with bi greater than 0 for all I. Okay, ai and bi are two series with bi greater than 0 for all I. Then രണ്ട് conditions ആണ്. If limit I tends to infinity, modulus of ai by bi is less than infinity and the series bi is convergent, then the series ai is also convergent. Okay, then the second statement, if limit I tends to infinity, modulus of ai by bi is greater than 0 and the series bi is diverges, then the series ai is also diverges. This is the statement of ratio comparison test. So simple ആണ്. Just here I and bi are two series. Extra condition one, all the terms of the series bi is positive. Okay. Then first statement പറയുന്നത് the limit I tends to infinity, modulus of ai by bi is less than infinity and the series bi is converges, then the series ai is also converges. Then the second statement, if the limit I tends to infinity, modulus of ai by bi is greater than 0. Okay, just greater than 0 and the series bi is diverges, then the series ai is also diverges. Okay, അപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ചെറിയൊരു ഡിഫറൻസ്. അവിടെ കൺവേർജൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ കൺവേർജൻസും ഡൈവേർജൻസും നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിനേക്കാളും ഒന്നും കൂടെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ nth ടേം ഒരു റാഷണൽ ഫോമിൽ, സീരീസിൻ്റെ ടേംസ് ഒരു റാഷണൽ ഫോമിലുള്ള ടേംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആവുക റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. So the first question is, use comparison test to test the convergence of the following series. Okay, 4 സീരീസ് തന്നിട്ടുണ്ട്. കമ്പാരിസൺ ടെസ്റ്റ് മീൻസ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ 4 സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസ് നോക്കാം. ഫസ്റ്റ് സീരീസ് ഏതാണ്? സിഗ്മ n ranging from 1 to infinity root of 1 plus 4 raised to n by 1 plus 5 raised to n അല്ലേ? നമ്മൾ nth ടേം മാത്രം എഴുതണമെങ്കിൽ ഏത് വരും? വേർ an is equal to nth ടേം എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 plus 4 raised to n by 1 plus 5 raised to n. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സീരീസ് ബി എൻ വേണം. ഓക്കെ, ആ സീരീസ് ബി എൻ ഒറ്റ കണ്ടീഷനുള്ളൂ, അതിൻ്റെ എല്ലാ ടേംസും പോസിറ്റീവ് ആയിരിക്കും. ഓൾ ബി ഐസ് ആർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദെൻ ലിമിറ്റ് ടു n ടെൻസ് ടു ഇൻഫിനിറ്റി, മോഡുലസ് ഓഫ് എ എൻ ബൈ ബി എൻ നമ്മൾ ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ കൺവേർജൻസും ഡൈവേർജൻസും പറയും. ഓക്കെ, നമ്മൾ ഈ സീരീസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐ ബൈ ബി ഐ എന്നുള്ള റേഷ്യോ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം. അങ്ങനെയുള്ളൊരു സീരീസ് ചെക്ക് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ലെറ്റ് ബി എൻ ഈസ് ഈക്വൽ ടു എന്താണ് എടുക്കാം, ഈ ഒരു ഫോം തന്നെ റൂട്ട് ഓഫ് 4n/5n ആണ്. ഓക്കെ, ലെറ്റ് ബി എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4n/5n എന്നത്. ഇനി നമുക്ക് ആ ലിമിറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ലിമിറ്റ് n ആയാലും ആയാലും കുഴപ്പമില്ല. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് n/pn. ഓക്കെ, ഇവിടെ എന്താ വരിക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 1 + 4n/1 + 5n റൂട്ടാണ്. ഓക്കെ, ബൈ ഇത് n ആണ്. അതിന് മോഡുലസ് എടുത്താലും ഒക്കെ ദെൻ ബി എൻ ആണ്. നമ്മൾ ബി എന്ന് പറഞ്ഞാൽ തരും റൂട്ട് ഓഫ് 4n/5n. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടി ഇത് സെയിം ടേം ആയിക്കോട്ടേക്ക് സിമിലാരിറ്റി ഉള്ളൊരു ടേം ഉള്ള നമ്മൾ ബി സീരീസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ബി n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് നമ്മൾ എങ്ങനെയാ ഈ ടേമില്ലേ, ഈ ടേമിന്ന് ഇവിടെ ഫസ്റ്റ് ടേമിന്ന് 4n ഔട്ട് സൈഡ് എടുക്കാം, ഡിനോമിനേറ്ററിൽ നിന്ന് 5n ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, എടുത്തു നോക്കാം. 1 + 4n എന്നൊരു 4n ഔട്ട് സൈഡ് എടുത്ത ഈ ഫസ്റ്റ് ടേമിൽ എന്ത് വരും 1/4n അല്ലേ, ഇവിടെയോ +1 വരും. ഓക്കെ ആണല്ലോ. ദെൻ താഴെ ടേമിലോ 5 ഡിനോമിനേറ്റർ നമ്മൾ 5n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, അവിടെ ഫസ്റ്റ് ടേമിൽ 1/5n + 1. ദെൻ റൂട്ട് ഉണ്ട് കേട്ടോ, റൂട്ട് ഇത് തിരിച്ച് നമ്മൾ 4n മൾട്ടിപ്ലൈ ചെയ്താൽ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വരും റൂട്ട് ഓഫ് 5n/4n. ഇത്രയും വന്നതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ഇല്ലേ, നമുക്ക് റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബിയിൽ എഴുതാം എഴുതിക്കൂടെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് മുകളിലുള്ളത് നമ്മൾ എന്താക്കും, റൂട്ട് ഓഫ് 4n ഇൻറ്റു റൂട്ട് ഓഫ് ദിസ് ടേം എഴുതും. താഴെ ഡിനോമിനേറ്ററും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് റൂട്ട് ഓഫ് 5n ഇൻറ്റു റൂട്ട് ഓഫ് 1/5n + 1 ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതും. അപ്പോൾ സെപ്പറേറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഓട്ടോമാറ്റിക്കലി ഈ റൂട്ട് ഓഫ് 4n ഇതിനെ ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ആക്കാം. റൂട്ട് ഓഫ് a/b എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, റൂട്ട് ഓഫ് a/√b ആണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താകും, ഈ റൂട്ട് ഓഫ് 4n ഈ റൂട്ട് 4n ക്യാൻസൽ ചെയ്ത് പോകും, ഈ റൂട്ട് ഓഫ് 5n ഈ റൂട്ട് ഓഫ് 5n ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇനി ബാക്കി എന്ത് മാത്രം, ബാക്കിയുള്ളത് മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്കിപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്തുണ്ടാവും ഇവിടെ, റൂട്ട് ഓഫ് 1/4n + 1 ബൈ റൂട്ട് ഓഫ് 1/5n + 1 ആണല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റ് അപ്പോൾ എന്താ വരിക, നമുക്ക് ലിമിറ്റിനെ ഉള്ളിലേക്ക് കൊടുത്താൽ നമുക്കറിയാം റൂട്ട് ഓഫ് വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് നോക്കാം, റൂട്ട് ഓഫ് 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4n പ്ലസ് ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 തന്നെ വരും അല്ലേ. ഓക്കെ, ബൈ താഴെ അതുപോലെ തന്നെ കൊടുത്ത് നോക്കാം, റൂട്ട് ഓഫ് 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 5n പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 വരും. ഓക്കെ ആണല്ലോ. എന്തെന്ത് വരും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r⁻n ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r⁻n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് r ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദിസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, സോ ദിസ് ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഇവിടെ r ഈസ് ഈക്വൽ ടു എന്താണ്, 5 ആണ്, ഇറ്റ് ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ 1, സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ആൾസോ ഇൻഫിനിറ്റി വരും. സോ 1/∞ എന്ന് വരും. ഇവിടെ 1/∞ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, 0 എന്ന് എഴുതും. ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ത് തന്നെയാണ്, ആ ടേം തന്നെയാണ്. താഴെ അതുപോലെ എന്ത് തന്നെ വരും, 0 + 1 വരും. സോ നമുക്ക് എന്ത് കിട്ടി, ആൻസർ ഈസ് ലിമിറ്റ് എന്താണെന്ന് കിട്ടി, നമുക്ക് 1 ആണെന്ന് കിട്ടി. ഓക്കെ, സോ ലിമിറ്റ് 1 ആണെന്ന് കിട്ടി. നമുക്ക് എന്തായിപ്പോൾ ചീസ് എന്താണ്, ഈ 1 എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞൂടെ, പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സീരീസ്
അതായത് നമ്മൾ എടുത്ത സീരീസ് ഇവിടെ ഏതാണ്, ഈ ബി എൻ ആയിട്ട് നമ്മൾ ഏതാണ് എടുത്തത്, റൂട്ട് ഓഫ് 4n/5n എന്നാണ് എടുത്തത് അല്ലേ. അപ്പോൾ ഈ സീരീസ് ഒരു കൺവേർജൻ സീരീസ് ആണോ ഡൈവേർജൻ സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ കണ്ടീഷൻ ചെയ്ത് നോക്കി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai/bi എന്നുള്ള ആ കണ്ടീഷൻ ചെയ്തു. അത് ചെയ്തപ്പോൾ നമുക്ക് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൽ 2 ടെസ്റ്റ് ഉണ്ട്, കൺവേർജൻസിനുള്ളതും ഡൈവേർജൻസിനുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ബി ഐയുടെ ഡൈവേർജൻസും കൺവേർജൻസും അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ ബി ഐയുടെ കൺവേർജൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഏതാണ് സീരീസ് ബി ഐ എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity. സീരീസ് ഏതാണ് 4 ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇതിന് 4/5 i അല്ലേ ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, വേണമെങ്കിൽ 1/2 എഴുതിക്കൂടെ, ഏതാണല്ലോ കുഴപ്പമില്ല. റൂട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ 1/2 എഴുതാം. അതായത് ഈ സീരീസ് അപ്പോൾ ഏതാണ് സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity 4/5 i/2 എന്നുള്ള സീരീസ്. നമുക്ക് ഈ സീരീസ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, i is equal to 1. then ഫസ്റ്റ് ടേം എന്താ വരിക 4/5 1/2 വരും. then എന്താ വരിക സെക്കൻഡ് ടേം i 2 കൊടുക്കുമ്പോൾ 4/5 2/2 എന്ന് വരും. then അടുത്ത ടേം 4/5 3/2 4/5 4/2 എന്നുള്ള ഈ ഒരു ഫോമിൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ക്ലിയർലി ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം a is equal to 4/5 1/2 ആൻഡ് കോമൺ റേഷ്യോ എന്തുതന്നെയാണ്, എന്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 4/5 1/2. സംശയമില്ലല്ലോ. ഫസ്റ്റ് ടേം 4/5 1/2 ആണ്. then 4/5 1/2 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4/5 1/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ +1 2/2 ആയി. then അതിലേക്ക് ഒരു 4/5 1/2 കൂടെ ചെയ്യുമ്പോൾ 4/5 3/2. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 4/5 1/2 ആൻഡ് ദ കോമൺ റേഷ്യോ ഈസ് ഓൾസോ 4/5 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ് ഈ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4/√4/5 ഈസ് എ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 ആണ്. ഓക്കെ, സോ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കൺവേർജൻസ് അല്ലേ. സോ നമുക്ക് എന്താണ് കിട്ടിയത്, സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity ബി ഐ എന്നുള്ള സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity √4i/5 എന്നുള്ള സീരീസ് എന്താണ് ഒരു കൺവേർജൻ ജോമെട്രിക് സീരീസ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിലെ 2 കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ചെക്ക് ചെയ്തത്. ഒന്ന് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai/bi is equal to ചെയ്തപ്പോൾ നമുക്ക് 1 ആണെന്ന് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ദെൻ സെക്കൻഡ് ആയിട്ട് ദ സീരീസ് നമ്മൾ എടുത്ത സീരീസ് ബി ഐ ഈസ് എന്താണ് നമ്മൾ കിട്ടി, ഒരു കൺവേർജ് സീരീസ് ആണ് നമ്മൾ കിട്ടി. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ പറയുക, നമുക്ക് തന്ന സീരീസ് n is equal to √1 + 4n/1 + 5n എന്നുള്ള ഈ സീരീസും ഒരു കൺവേർജൻ സീരീസ് ആണെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു സീരീസാണ് തന്നത് √1 + 4n/1 + 5n. ദെൻ നമ്മൾ ബി എൻ ആയിട്ട് ഇങ്ങനെ ഒരു സീരീസ് എടുത്തു. ദെൻ നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an/bn ചെയ്തു. അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 എന്നാണ് ആൻസർ കിട്ടിയത്. ഇറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അത് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത ഈ ബി ഐ എന്നുള്ള ഈ സീരീസിൻ്റെ കൺവേർജൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, അതൊരു ജിയോമെട്രിക് സീരീസ് ആണ് കിട്ടി. ഓക്കെ, അതിൻ്റെ കോമൺ റേഷ്യോ എന്താണ് √4/5 ആയതുകൊണ്ട് അതൊരു ലെസ് ദാൻ 1 ആയതുകൊണ്ട് അതൊരു കൺവേർജൻ ജിയോമെട്രിക് സീരീസ് ആണ് കിട്ടി. അപ്പോൾ സീരീസ് ബി ഐ ഈസ് കൺവേർജൻറ്റും ഇതിസ് ലിമിറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റിയും കൂടെ ആയതുകൊണ്ട് ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് we can say that the given series √1 + 4n/1 + 5n is also convergent.
Okay, the next question is sigma n ranging from 1 to infinity n by n cube plus 4. Okay, അപ്പോൾ ഇതിൽ എന്താണ് n is equal to n by n cube plus 4. ഓക്കെ, ഇനി നമുക്കൊരു ബി എൻ ചൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ലിമിറ്റ് ഏതാണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എൻ ബൈ ബി എൻ അല്ലേ, ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ റേഷ്യോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകും. താഴെ നിന്ന് മാക്സിമം ഈ n ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ എടുത്തു നോക്കാം. അതായത് ഇവിടുത്തെ മാക്സിമം എന്നിൻ്റെ പവർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് n ക്യൂബാണ് അല്ലേ മാക്സിമം. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇപ്പം നമ്മൾ എ എൻ ബൈ ബി എൻ ആണ് അല്ലേ. അപ്പോൾ ബി എന്നിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി എ എന്നിലൊരു n ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ n ക്യൂബ് ആക്കുക എന്നുള്ളത് നമുക്ക് ന്യൂമറേറ്ററിൽ n ക്യൂബ് ആക്കണം എ എൻ ബൈ ബി എൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ബി എന്നിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? ഇവിടെ ഓൾറെഡി നമുക്കിവിടെ n ക്യൂബാണുള്ളത് ഡിനോമിനേറ്റർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് എങ്ങനെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു n ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ n ക്യൂബ് എന്നിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞ ആ സീരീസ് ജസ്റ്റ് ബി എൻ എന്നുള്ള സീരീസ് നിങ്ങൾ എന്ത് ചെയ്തെടുത്ത് നോക്കുക. സിഗ്മ ഐ റേഞ്ച് ഫ്രം 1 to infinity ആ ബി എൻ റേഞ്ച് ഫ്രം 1 to infinity ബി എൻ എന്ന സീരീസ് എന്ത് എടുക്കാമെന്നറിയോ? സിഗ്മ എൻ റേഞ്ച് ഫ്രം 1 to infinity 1 by n സ്ക്വയർ എന്ന് എടുക്കുക. എന്താണ് ബി എൻ എന്ന സീരീസ് സിഗ്മ എൻ റേഞ്ചിങ് ഫ്രം 1 to infinity 1 by n സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലിമിറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എന്താണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും? എല്ലാ ബി ഐയും ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, കാരണം 1 by n സ്ക്വയർ എന്നല്ലേ. ഓക്കെ, ബി എൻ ബൈ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ n by n ക്യൂബ് പ്ലസ് 4 അല്ലേ ബൈ ബി എൻ ആണ്. അപ്പോൾ ബൈ ബി എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ 1 by n സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ തിരിച്ചിട്ട് കുടിച്ചപ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 1 by n സ്ക്വയർ ഇവിടേക്ക് വരുമ്പോൾ എന്താവും? n സ്ക്വയർ ബൈ 1 ആവും. ബൈ n സ്ക്വയർ ഇൻറ്റു n ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? n ക്യൂബ് ബൈ n ക്യൂബ് പ്ലസ് 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് കാണാനുള്ള സുഖത്തിലാണ് ഈ ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ഇവിടെ n ക്യൂബ് അങ്ങ് ഔട്ട് സൈഡ് എടുക്കും ആണല്ലോ. അപ്പോൾ n ക്യൂബ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെ എന്ത് വരും? n ക്യൂബ് ഇൻറ്റു 1 + 4 by n ക്യൂബ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ലിമിറ്റാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഈ n ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ ഈ 1 + 4 by n ക്യൂബ് എന്നുള്ള ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ n ക്യൂബ് പാടില്ല. അപ്പോൾ ആ n ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഈ 1 by n സ്ക്വയർ എന്ന് എടുത്തത്. ഇപ്പോൾ കിട്ടിയോ? അതായത് ഇവിടെ നമുക്ക് ഈ n ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്റർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്ന നമുക്ക് നോൺ സീരീസ് ആവും വേണം അല്ലേ. ബി എന്നിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും നമുക്ക് അറിയും വേണം. എന്നാൽ നമ്മളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പറ്റുന്നൊരു സീരീസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ഏത് പഠിച്ചാൽ മാത്രം വരുന്നത് ഈ ജോമെട്രിക് സീരീസ് അതല്ലെങ്കിൽ പി സീരീസ്, ഈ 2 സീരീസ് മാത്രമേ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് n by ബി എൻ ചെയ്തു. n by ബി എൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ക്യൂബ് ബൈ n ക്യൂബ് പ്ലസ് 4 എന്ന്. ഓക്കെ, അപ്പോൾ എന്താ പറയുക? n ക്യൂബ് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക? n ക്യൂബ് ബൈ ഡിനോമിനേറ്ററിൽ n ക്യൂബ് ഔട്ട് സൈഡ് എടുത്താൽ 1 + 4 by n ക്യൂബ് എന്ന് വരും. സോ n ക്യൂബ് ബൈ n ക്യൂബ് ക്യാൻ ബി ക്യാൻസൽ. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ പറയുക? 1 by 1 + 4 by n ക്യൂബ് എന്ന് വരും. സോ ദിസ് ടേം എന്താണ്? 4 by n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് ആകുമ്പോഴത്തേന് 4 by infinity എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. സോ ദിസ് ഈസ് ആൻസർ ഈസ് 1 എന്ന് വരും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ഇവിടെ n ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോയി. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 4 by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 1 by 1 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് ലിമിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെയല്ലോ. അപ്പോൾ ഈ സീരീസ് ബി ഐ എടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ 2-3 പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ ഈ സീരീസ് ചൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ,
ഇതെങ്കിൽ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാനുള്ളത്? ഈ സീരീസിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണ്ടേ? അതായത് സിഗ്മ എൻ റേഞ്ച് ഫ്രം 1 to infinity ബി ഏതാണ്? 1/n² ആണ്. ഇത് ക്ലിയർലി നമ്മൾ പഠിച്ചൊരു സീരീസ് ആണ്. ഏതാണ് സീരീസ്? ഏതാണ്? ഇറ്റ് ഇസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 2 അല്ലേ? ഏതാ സീരീസ്? ഇത് 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സീരീസ് ആണ്. ഇറ്റ് ഇസ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 2. പി സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ കൺവേർജൻസ് പറയുക? പി സീരീസ് ഈസ് കൺവേർജൻ ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജൻ ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ എന്താണ്? പി ഈസ് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഈസ് കൺവേർജൻ അല്ലേ? ഈ സീരീസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ എന്തായി? നമുക്ക് കിട്ടിയ ലിമിറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റീവ് ആയി. നമ്മൾ ചൂസ് ചെയ്ത ബി ഐ എന്തായി? കൺവേർജൻറ്റും ആയി. സോ ദ ഗിവൺ സീരീസ് n/n³ + 4 ഈസ് convergent by ratio comparison test. So the next question is sigma n ranging from 1 to infinity n is equal to sigma n ranging from 1 to infinity cos n/n². കഴിഞ്ഞ ചെയ്ത പോലെ അത്രയും ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീരീസ് ആണ്. അത് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ n? എന്താണ് എന്ന് പറഞ്ഞാൽ cos n/n² അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ വന്നപ്പോൾ നമുക്ക് ജസ്റ്റ് വേഗം തന്നെ കിട്ടും. സീരീസ് ഏതാണെന്ന് കിട്ടും. ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ എഴുതിയ സീരീസ് അല്ലേ? bn is equal to 1/n². സീരീസ് ഐ റേഞ്ച് ഫ്രം 1 to infinity bn equal to എന്താണെന്ന് എഴുതാൻ പറ്റും നമുക്ക്? സീരീസ് 1/n² ആണ് എഴുതാം. എഴുതിക്കൂടെ? കാരണം നമുക്ക് ഞാൻ പറഞ്ഞ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു സീരീസ് എടുക്കാം. ഓക്കെ, നമുക്ക് അറിയുന്ന സീരീസ് ആവുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു സീരീസാണ് 1/n² എന്നുള്ള സീരീസ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ വരാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an/bn. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് a എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് cos n/n² ബൈ b എന്ന് പറഞ്ഞാൽ 1/n² ആണല്ലോ. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? നമുക്കറിയാം മോഡുലസ് ഓഫ് കോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? മാക്സിമം കോസിൻ്റെ വാല്യൂ പറഞ്ഞുകൊണ്ട് എന്താണ് വരുള്ളൂ? കോസിൻ്റെ സൈനിൻ്റെ വാല്യൂ മോഡുലസ് വാല്യൂ മാക്സിമം എന്താണ് വരുള്ളൂ? 1 വരുള്ളൂ അല്ലേ? അപ്പോൾ 1/n². ഇത് തിരിച്ചിട്ട് വരുമ്പോൾ n² ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ക്ലിയർലി ഇറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ സിമ്പിളായിട്ട് നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇത് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ ബി ഐ എന്നുള്ള സീരീസിൻ്റെ കൺവേർജൻസ് ആണ്. നമ്മൾ ജസ്റ്റ് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് എ പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 2 ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്. നെക്സ്റ്റ് പ്രോബ്ലം ആണ് സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity ഐ എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity 1/√1 + i. ഓക്കെ, 1/√1 + i എന്നുള്ള സീരീസ്. ഓക്കെ, അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും എന്താണ് സീരീസ് ബി ഐ എന്ന് എടുക്കാമെന്നൊക്കെ കൊണ്ട് ഐഡിയ ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്കിപ്പോൾ ഔട്ട് സൈഡ് എടുക്കണം. അതായത് ഇവിടെ എ എൻ എന്താണ് നമ്മുടെ എ എൻ അല്ലെങ്കിൽ ഏതാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 1/√1 + n അല്ലേ? ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ √n അല്ലേ? നമുക്ക് മാക്സിമം ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുക √n ആണ്. അപ്പോൾ ആ √n ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ബി എന്നിൽ √n മതി മാക്സിമം. ഇപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിലൊന്നുമില്ല മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബി എൻ എന്ന് എടുക്കാം. ചൂസ് ചെയ്ത് നോക്കും. ബി എന്ന് പറഞ്ഞാൽ 1/√n മാത്രം ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സീരീസ് എന്തായാലും വെറും സീരീസ് ബി എൻ എന്ന് വരാം. സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity ബി ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ ഐ റേഞ്ചിങ് ഫ്രം 1 to infinity 1/√i എന്നുള്ള ഇത് സീരീസ് കേട്ടോ. ഓക്കെ, നമ്മളിത് ബി എന്ന് മാത്രമാണ് എഴുതിയത്. സീരീസ് ആകുമ്പോൾ സീരീസിന് സമ്മേഷനും കൂടെ എഴുതാം. ഓക്കെ, ഡെൻസിറ്റി മാത്രമാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എന്താ വരിക? ലിമിറ്റ് n
tends to infinity, modulus of n by bn is equal to limit n tends to infinity, modulus of n എന്ന് പറയുമ്പോൾ എന്തെങ്കിലും 1 by root of 1 plus n by bn എന്ന് പറയുമ്പോൾ 1 by root of n. Okay, then limit n tends to infinity 1 by തിരിച്ച് എഴുതിയാൽ റൂട്ട് n by root of 1 plus n. അങ്ങനെയല്ലേ വരിക, റൂട്ട് n by root of 1 plus n. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഡിനോമിനേറ്ററിന് റൂട്ട് n ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതിയാൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോലെ റൂട്ട് n by ഇവിടെ എന്ത് ചെയ്യുക, അങ്ങനെയല്ലേ വരാം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ എന്നിനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്താ വരിക, ഈ ടൈമിൽ 1 by n വരും, ഇവിടെ +1 വരും. സോ റൂട്ട് ഓഫ് n ഇൻറ്റു 1 by n + 1 ഉണ്ടാകും. ആ റൂട്ട് n ഒന്നും കൂടെ റൂട്ട് ഓഫ് എ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് റൂട്ട് n ഔട്ട് സൈഡ് എടുത്ത് എഴുതി. ബാക്കിയുള്ള ഒന്നിച്ച് റൂട്ട് ഓഫ് 1 by n + 1 എന്നുള്ള ഒന്നിച്ച് എഴുതി. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൂട്ട് ഓഫ് എന്നിനെയും ക്യാൻസൽ ചെയ്തൂടെ. അപ്പം ഞാൻ എന്ത് മാത്രമേ ഉള്ളൂ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by root of 1 by n plus. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാകുമ്പോൾ 1 by n എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ +1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 by 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടി, 1 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 1 ആണല്ലോ. ഇനി നമുക്ക് ഈ സീരീസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സീരീസ് ഇവിടെ എന്താണ് നമ്മൾ എടുത്തത്, ഇവിടെ സീരീസ് എടുത്തതാണ് 1 by root of I എന്നുള്ള സീരീസാണ്. ആ സീരീസ് എന്ത് സീരീസാണ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 by root I എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എഴുതാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ തിരിച്ചൊന്ന് എഴുതി നോക്കുക. 1 by sigma I ranging from 1 to infinity 1 by I raised to 1 by 2. ഓക്കെ, I raised to 1 by 2 ഇങ്ങനെ എഴുതിയിട്ട് മനസ്സിലാവില്ലെങ്കിൽ നമുക്കൊന്ന് സീരീസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ എന്താ വരാമെന്നറിയോ, 1 by 1 raised to 1 by 2 plus 1 by 2 raised to 1 by 2 plus 1 by 3 raised to 1 by 2 plus etc. ഇതെന്താ വരിക, it is a P series with P is equal to 1 by 2 അല്ലേ. it is a P series with P is equal to എന്താണ് 1 by 2 ആണ്. 1 by 2 പറഞ്ഞാൽ it is less than 1. P series with P is less than or equal to 1. that case P series എന്താണ്, ഡൈവേർജൻ്റ് ആണ് അല്ലേ. എന്താണ്, ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ എന്താണ്, that is the sigma I ranging from 1 to infinity 1 by root of I എന്താണ്, ഒരു ഡൈവേർജൻ്റ് സീരീസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് n by bn കിട്ടിയത് 1 which is greater than 0 and the series bi is divergent. Then by the second statement of ratio comparison test, the given series sigma I ranging from 1 to infinity 1 by root of 1 plus I is divergent. മാറിപ്പോയത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരുന്നു, 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ലിമിറ്റ് I tends to infinity modulus of I by bi is greater than 0 and the series bi is divergent. Then the given series ai is also divergent എന്നാണ് നമ്മൾ പറഞ്ഞത്. 2 കണ്ടീഷനും ഇവിടെ ശരിയാവുന്നുണ്ട്. ആദ്യം നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി which is greater than 0 and the series bi എന്ന് പറഞ്ഞാൽ ഇത് P series with P is equal to 1 by 2 ആണ്. സോ ഇറ്റ് ഈസ് എ ഡൈവേർജൻറ്റ് സീരീസ് എന്ന് കിട്ടും. സോ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് തന്ന സീരീസ് 1 by root of 1 plus I എന്നുള്ളത് ഒരു ഡൈവേർജൻറ്റ് സീരീസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് പറയുന്നത്.